6 വർഷത്തോളമായിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന കുറവാണ്, ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയാം. ഈ നാട്ടുകാരാണ് എല്ലാ ഏട്ടന് അത്രയും സ്നേഹമായിരുന്നു എല്ലാവരോടും. അമ്മ ടെൻഷൻ വല്ലാണ്ടുണ്ട്, അച്ഛൻ്റെ മരണവും ഏട്ടനാണ് എല്ലാം. ഏട്ടൻ്റെ പെട്ടെന്നുള്ള വീഴ്ച അച്ഛനെയും ബാധിച്ചിട്ടുണ്ട്, അതുപോലെ അമ്മേനെയും ബാധിച്ചിട്ടുണ്ട്. ഈ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെടാനും ഇതിൻ്റെ നിമിത്തമാകാൻ കഴിഞ്ഞാലും അതിയായ സന്തോഷമുണ്ട്. നാട്ടുകാർ ഒരാളുടെ കാര്യങ്ങൾ ഇടപെടുക, ജാതി മതഭേദമന്യേ, അത് വയനാടിൻ്റെ മലബാർ ഭാഗത്തെ ഒരു പ്രത്യേകതയാണ്. ഒരു റൂമും അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം, അതായത് അനിൽ റോഡിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് കയറുന്നു, ഒരു ടേബിള്, അവന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും റെഡിയാക്കി കൊടുക്കാനാണ് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു പ്ലാൻ. അതിനുള്ള സഹായം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. എക്കാലവും അത് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ ഒരു റൂമും കൂടെ ഞങ്ങളുടെ സ്വപ്നമാണ്, അത് സാക്ഷാത്കരിക്കുന്നുള്ള പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ. ഒരു വീൽ ചെയർ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോട്ടറി ക്ലബ്ബിലെ ആളുകളോട് ഈ കാര്യം പറയുന്നത്. വീൽ ചെയർ തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവിടെ ഈ ഒരു വഴിയില്ലാത്തൊരു പ്രശ്നം കാണുന്നത്. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് മെറ്റൽ, സിമൻറ്റ്, അങ്ങനെ എല്ലാം വേണ്ടതെല്ലാം അവർ ഫണ്ട് സ്വരൂപിച്ച് സ്പോൺസർമാരൊക്കെ കണ്ടെത്തി അത് സംഘടിപ്പിച്ച് കറക്റ്റ് ഒരു റാമ്പ് പോലെ വീൽ ചെയർ വൃത്തിയായിട്ട് പോകാൻ പാകത്തിന് വഴിയൊരുക്കി. അങ്ങനെ വഴിയൊരുക്കിയതിന് ശേഷം ആ വീൽ ചെയർ ഇന്നിവിടെ എത്തുകയാണ്. അതുപോലെ അദ്ദേഹം 6 വർഷങ്ങളായി പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന അനിലേട്ടനെ ഇന്ന് സുഗമമായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ റാമ്പ് ഇങ്ങനെ കണ്ടില്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സുഗമമായിട്ട് വീൽ ചെയറിലൂടെ അദ്ദേഹത്തിന് പുറം ലോകം കാണാമെന്നുള്ള ഏറ്റവും വലിയ സന്തോഷത്തിലേക്കാണ് നമ്മൾ ഇന്നിങ്ങനെ എത്തിയിട്ടുള്ളത്. വഴി എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വഴി വരില്ലായിരുന്നു. അപ്പോഴാണ് ഈ സാഹചര്യം ഒരുക്കി തന്നത്. അത് ക്ലബ്ബുകാരും പൊളിറ്റിക്കാരാണ് അവർ ചെയ്തത്. കൈ പോലും ചലിക്കാൻ പറ്റുന്ന, വർഷം പോലും പരിഹരിക്കാത്ത കിടന്നടപ്പിൽ മാത്രം ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ പറ്റി ഇഷ്ടംപോലെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ അതേപോലെ ഉണ്ട്. പാരപ്ലീജിയ എന്ന് പറയും, പകുതി ശരീരം രണ്ടാവും, ഇവിടെ നിന്ന് താഴോട്ടൊന്നും ഇവിടെ നിന്ന് മുകളിലോട്ടും. ഈ പാരപ്ലീജിയ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ്. അതായത് വീടായിക്കോട്ടെ, അവരെ സ്വിച്ച് ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ, അതാണ് പാശ്ചാത്യ നാടുകളിൽ നടക്കുന്നത്. ഓരോരുത്തരുടെ തോട്ടത്തിൽ കൂടി ഒറ്റയടി പാതയിൽ കൂടി കയറി അവരെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ വീണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരിക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് എന്ത് ടെക്നോളജി ഞങ്ങളതിലുണ്ടെങ്കിലും ആ സമയത്താണ് ഇവരെല്ലാവരും കൂടി ഈ ഒരു തീരുമാനം എടുത്തതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതും. ഏതോ ഒരു നല്ല വ്യക്തിയുടെ മനസ്സ് പ്രകാരം ഒരു 2 സെൻറ്റ് സ്ഥലം അദ്ദേഹം വിട്ടുകൊടുക്കുകയും അങ്ങനെ വഴിയേ വരും.